ഇനി നമ്മൾ ഈ ദിവസം ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു പെരിയാർ ഇരട്ടക്കൊലപാതക കേസിൽ കോടതിയിൽ നിന്നും എന്ത് വിധി വരും എന്നുള്ളത്. ഇരട്ടക്കൊലപാതക കേസിൽ 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു കോടതി. പ്രതിപട്ടികയിലുണ്ടായിരുന്ന 10 പേരെ കോടതി കുറ്റവിമുക്തരായി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, A പീതാംബരൻ എന്നിവർ ഉൾപ്പെടെ 6 CPM നേതാക്കളും കുറ്റക്കാരാണെന്ന് കൊച്ചി പ്രത്യേക CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3 വിധിക്കും. കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കൊച്ചി CBI ജഡ്ജി N ശേഷാദ്രിനാഥൻ വിധി പറഞ്ഞത്. കാസർഗോഡ് മൂന്നാട് കോളേജിലെ SFI KSU തർക്കവും പിന്നീടുണ്ടായ സംഘർഷവുമാണ് 2 പേരുടെ കൊലപാതകത്തിൽ കലാശിച്ചത്. CPMന്റെ പ്രാദേശിക നേതാവ് A പീതാംബരനാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ. പീതാംബരൻ ഉൾപ്പെടെ 8 പേർ ചേർന്നാണ് കൊല നടത്തിയത്. മറ്റ് പ്രതികൾ ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും പങ്കാളികളായി. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരെയും കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. CBI തുടരന്വേഷണം നടത്തി പ്രതി ചേർത്ത 10 പേരിൽ 4 പേരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. A സുരേന്ദ്രൻ, മുൻ MLA KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് CBI പ്രതി ചേർത്തതിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രതികൾക്ക് പറയാനുള്ളത് കോടതി കേട്ടു. കുടുംബ പ്രാരാബ്ദങ്ങൾ എണ്ണിപ്പറഞ്ഞ പ്രതികൾ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു അഭ്യർത്ഥിച്ചത്. പ്രായം ചെന്ന മാതാപിതാക്കളും കുട്ടികളുമുണ്ടെന്നായിരുന്നു പ്രതികൾക്ക് അറിയിക്കാനുണ്ടായിരുന്നത്. 18-ാം വയസ്സിൽ ജയിലിൽ കയറിയതാണെന്ന് 7-ാം പ്രതി അശ്വിൻ പറഞ്ഞു. പട്ടാളക്കാരനാകാൻ ആഗ്രഹിച്ചു. വീട്ടുകാരെ 6 വർഷമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. ഡിഗ്രിക്ക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും കോടതിയെ അറിയിച്ചു. അമ്മ രോഗാവസ്ഥയിലാണെന്ന് 8-ാം പ്രതി സുബീഷ് പറഞ്ഞപ്പോൾ 15-ാം പ്രതി സുരേന്ദ്രൻ കരഞ്ഞുകൊണ്ടാണ് കോടതിയോട് തനിക്ക് വധശിക്ഷ തന്നേക്കൂ എന്ന് പറഞ്ഞത്. കൊലപാതകത്തിൽ പങ്കില്ല, ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നായിരുന്നു സുരേന്ദ്രന്റെ അഭ്യർത്ഥന. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 2020 ഡിസംബർ 10 കേസ് ഏറ്റെടുത്ത് 2021 ഡിസംബർ 3 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. 154 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. 495 രേഖകളും 85 തൊണ്ടിമുതലും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതിഭാഗം 3 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് ബോബി ജോസഫാണ് ഹാജരായത്. 14 പ്രതികളുടെ ശിക്ഷ എന്തെന്ന് കോടതി ജനുവരി 3 തീരുമാനിക്കും. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.